തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാക്കാനുള്ള സംസ്ഥാന സർക്കാരിൻ്റെയും CPM-ൻ്റെയും ഗൂഢശ്രമത്തെക്കുറിച്ചാണ് ഇന്ന് മാധ്യമങ്ങളോട് സംസാരിക്കുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ ഫണ്ട് തട്ടിയെടുക്കാൻ സർക്കാരിൻ്റെ ശ്രമം തുടങ്ങിയിരിക്കുകയാണ്. കഴിഞ്ഞ നവംബർ 11-ാം തീയതിയാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ കൗൺസിലിൻ്റെ കാലാവധി അവസാനിക്കുന്നത്. നവംബർ 18-ാം തീയതി സംസ്ഥാന സർക്കാരിൻ്റെ ധനകാര്യ അഡീഷണൽ ചീഫ് സെക്രട്ടറി ശ്രീ ജ്യോതിലാൽ IAS ഒരു കത്ത് നഗരസഭാ സെക്രട്ടറിക്ക് കൈമാറിയിട്ടുണ്ട്. അത് കത്ത് നഗരസഭാ സെക്രട്ടറിക്ക് മാത്രമാണ് കൈമാറിയിട്ടുള്ളത്. 200 കോടി രൂപ സർക്കാരിലേക്ക് എത്തിക്കണം എന്നുള്ളതാണ് ആ കത്തിൽ പറഞ്ഞിട്ടുള്ളത്. ഇത് വളരെ രഹസ്യമായിട്ടുള്ള ആസൂത്രിതമായിട്ടുള്ള ഒരു നീക്കമാണ് ശ്രീ ജ്യോതിലാൽ ഒപ്പിട്ട കത്തിനെ കൂടെ നമുക്ക് വെളിവാക്കുന്നത്. പുതിയ ഭരണസമിതി അധികാരമേൽക്കുന്ന സമയത്ത് സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമാകുക, സാമ്പത്തിക പ്രതിസന്ധി രൂപപ്പെട്ടുകൊണ്ട് വരുന്ന ഭരണസമിതിക്ക് മുന്നോട്ട് പോകാനുള്ള തടസ്സങ്ങൾ ഉണ്ടാക്കുക, നഗരത്തിലെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് സംസ്ഥാന സർക്കാർ ഇത്തരത്തിലുള്ള നീക്കങ്ങൾ നടത്തുന്നത്. നവംബർ 18-ാം തീയതി കൊടുത്ത കത്ത് പ്രകാരം ഇപ്പോൾ ഇന്ന് രാവിലെ മുതൽ 200 കോടി രൂപ കൈമാറാനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് ഞങ്ങൾ അറിഞ്ഞിട്ടുണ്ട്. അത് വ്യക്തമായിട്ടുള്ള തെളിവുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് നമ്മുടെ തിരുവനന്തപുരം കോർപ്പറേഷന് വരാൻ പോകുന്ന ഭാരതീയ ജനതാ പാർട്ടി നയിക്കുന്ന ഭരണസമിതിയെ എല്ലാം കൊണ്ടും തകർക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ഉള്ള ശ്രമത്തിൻ്റെ ആദ്യ ഭാഗമായിട്ടാണ് ഇതിനെ കാണാൻ ഭാരതീയ ജനതാ പാർട്ടി ആഗ്രഹിക്കുന്നത്, ഭാരതീയ ജനതാ പാർട്ടി ആരോപിക്കുന്നത്. ഇതിനെ ശക്തമായി തന്നെ BJP ശക്തി നേരിടും. പുതിയ ഭരണസമിതിക്ക് പ്രതിസന്ധി ഉണ്ടാക്കുന്ന ഇത്തരം നീക്കങ്ങൾ ഒരു കാരണവശാലും ബഹുജനങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ശക്തമായിട്ടുള്ള സമരപരിപാടിയിലേക്ക് ഭാരതീയ ജനതാ പാർട്ടി മുന്നോട്ട് പോകുമെന്ന് നിങ്ങളെ അറിയിക്കുകയാണ്. ഇത് പല രീതിയിലും അധികാരം മാറി BJPക്ക് അനുകൂലമായ ജനവിധി വന്നതിന് ശേഷം സംസ്ഥാന സർക്കാരും CPM-ഉം അത് പ്രത്യേകിച്ചും CPM-ൻ്റെ ജില്ലാ കമ്മിറ്റിയും സംസ്ഥാന കമ്മിറ്റിയും കൂടിക്കൊണ്ട് തന്നെ ഇതിനെ എങ്ങനെയൊക്കെ തടസ്സപ്പെടുത്താം, നല്ലൊരു ഭരണം കാഴ്ചവെക്കാൻ BJPക്ക് തടസ്സമുണ്ടാകുന്ന തരത്തിലേക്കുള്ള കാര്യങ്ങൾ വളരെ കാര്യപദ്ധതികൾ, നിഗൂഢമായിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിച്ച് മുന്നോട്ട് പോവുകയാണെന്ന് ഞങ്ങൾ ആരോപിക്കുന്നു. ഇതിനെ ശക്തമായി തന്നെ ഞങ്ങൾ തടയിടാൻ ശ്രമിക്കുമെന്ന് നിങ്ങൾ അറിയിക്കുകയാണ്. അത് മാത്രമല്ല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നിരവധി പ്രാവശ്യം ഇവരുടെ ചരിത്രമാണ് ഫണ്ട് കൈമാറിയിട്ടുണ്ട് സംസ്ഥാന സർക്കാരിലേക്ക്. അതിന് ഏറ്റവും വലിയ ഉദാഹരണം ആ ഫണ്ട് കൈമാറിയതൊന്നും കൃത്യമായി തിരിച്ചു വന്നിട്ടുമില്ല. അതിന് ഒരു ഉദാഹരണം കേന്ദ്ര സർക്കാരിൻ്റെ പൊതു ടാപ്പുകളുടെ വാടക നൽകുന്നതിന് വേണ്ടി കേന്ദ്ര ധനകാര്യ കമ്മീഷൻ മുഖേന കേരളത്തിൽ ലഭിച്ച 729 കോടി രൂപ 2025 മാർച്ചിൽ കേരളം സംസ്ഥാന സർക്കാർ കേന്ദ്ര വാട്ടർ അതോറിറ്റിക്ക് നൽകിയ തുക ഉടനടി പിൻവലിച്ച് ട്രഷറിയിൽ എത്തിച്ചെങ്കിലും നാളിതുവരെ തുക തിരിച്ചു നൽകിയിട്ടില്ല. ഇതൊരു ചരിത്രം ആണ്, ഇതിൻ്റെ ഒരു ഉദാഹരണമാണ് പറയുന്നത്. അപ്പോൾ ഇതുപോലെ ഇത്തരം കൈമാറ്റങ്ങൾ വന്ന് തിരിച്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് കൈമാറിയിട്ടില്ല എന്നുള്ളതും ഞങ്ങൾ അറിയിക്കുകയാണ്. അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഇപ്പോൾ പറഞ്ഞത്. ഈ ആരോപണത്തിന് ഇത് കാണിക്കുന്നില്ല, പക്ഷേ എങ്കിൽ പോലും ഉത്തരവുണ്ട്. എങ്കിലും ഈ 18-11 വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ ഒരു BJP കോർപ്പറേഷൻ ഒരു കൗൺസിൽ വരും എന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട് ചെയ്തതായിട്ടാണോ, അല്ലാതെ തന്നെ ധനസമാഹരണം നടത്തുകയായിരുന്നോ ലക്ഷ്യം? എന്താണ് അത്? CPM-ന് ഈ തെരഞ്ഞെടുപ്പിൽ തന്നെ CPM-ന് തിരിച്ച് അധികാരത്തിൽ വരാൻ കഴിയുമോ എന്നുള്ള സംശയം നല്ല രീതിയിൽ ഉണ്ടായിരുന്നു. കാരണം 5 വർഷക്കാലം CPM നടത്തിയിട്ടുള്ള കഴിഞ്ഞ ഭരണസമിതി നടത്തിയിട്ടുള്ള അഴിമതികളും ഭരണപരാജയങ്ങളും തിരിച്ചവർക്ക് അധികാരത്തിൽ വരാൻ കഴിയില്ല എന്നുള്ള ശക്തമായി തന്നെ അവരുടെ മനസ്സിലുണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടി തന്നെയാണ്. പക്ഷേ റിസൾട്ട് വന്നതിന് ശേഷം, ഭരണസമിതി മാറുമെന്ന് ഉറപ്പായതിനു ശേഷം ഇന്ന് വളരെ വേഗതയിൽ ഈ ഫണ്ട് കൈമാറാനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. സർക്കാർ കാലാകാലങ്ങളിൽ ട്രഷറിലേക്ക് വാങ്ങുകയും അന്നത്തെ ആവശ്യം മീറ്റുകയും ചെയ്തത് സാധാരണ പതിവാണത്. തിരുവനന്തപുരം കോർപ്പറേഷൻ മാത്രമല്ല എല്ലാ പഞ്ചായത്തുകൾക്കും LSC സാധനം ചെയ്യുന്ന കാര്യമാണത്. അതിനുശേഷം പലിശ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്.
ഇപ്പൊ ബിജെപിക്ക് മാത്രമായിട്ട് എന്ത് വ്യത്യാസം എന്താണ്? ഇല്ല, അങ്ങനെ BJP ഇതിൽ അത് ചെയ്യുന്നതായിരിക്കും. പക്ഷേ ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞല്ലോ, ഈ ഫണ്ടൊക്കെ തിരിച്ച് അതുപോലെ തന്നെ തിരിച്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ കൊടുക്കുന്നില്ല എന്നുള്ള തെളിവാണ് ഞാൻ 729 കോടി രൂപയുടെ കാര്യം പറഞ്ഞത്. അത് ട്രഷറിയിൽ എത്തിയില്ലെങ്കിലും ഇതുവരെയും തിരിച്ച് തിരുവനന്തപുരം കോർപ്പറേഷനിൽ എത്തിയിട്ടില്ല. ഇത് ചരിത്രമാണ് പറഞ്ഞത്. ഇത് കോർപ്പറേഷൻ മാത്രമല്ല എല്ലാ കൊടുക്കുന്നത് അതെ തീർച്ചയായും